ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്ഗു ചാനൽ. 2025 റിലീസ് ചെയ്ത ഒരു ഇന്ത്യൻ തെലുങ്ക് ഭാഷ ഹൊറർ ത്രില്ലർ ചിത്രമാണ് കിഷ്കിന്ധാപുരി. കൗശിക് പഗപല്ലതിയാണ് ഈ സിനിമ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. സാഹു ഗരപതിയാണ് സിനിമയുടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ സിനിമയ്ക്ക് മ്യൂസിക് നൽകിയിരിക്കുന്നത് ചൈതൻ ഭരദ്വാജ് ആണ്. സിനിമയിൽ ബെല്ലംകൊണ്ട സായ് ശ്രീനിവാസ്, അനുപമ പരമേശ്വരൻ, സാൻഡി എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. സിനിമ തുടക്കം തന്നെ വളരെ ദുരൂഹത്തിലാണ് തുടങ്ങുന്നത്. ഹൊറർ താനല്ലോ, അപ്പോൾ പിന്നെ ദുരൂഹം മസ്റ്റാണല്ലോ. ഒരു മരണത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ക്രോസ് സ്വാസ്തിക് എന്നൊരു ചിഹ്നമുണ്ട്. ആ ഒരു ചിഹ്നത്തിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. സിനിമ തുടങ്ങി നായകൻ്റെ ഇൻട്രോ വരുന്നു. നായകൻ്റെ ഇൻട്രോ ശരിക്കും എനിക്ക് ഒരു ചിരിയാണ് തോന്നിയത്. പക്ഷേ നായകൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. നായകൻ്റെ ചെറുപ്പത്തിൽ നായകൻ കണ്ടു നിൽക്കെ രണ്ടുപേരും മരണപ്പെട്ടു പോകുന്നു. സ്വന്തം അച്ഛനും വഴിയിൽ നിന്ന ഒരാളും. അതുകൊണ്ട് ഇനി തൻ്റെ ജീവൻ പോയാലും തൻ്റെ കൂടെ ഉള്ളവരുടെ ജീവൻ രക്ഷിക്കുക എന്നൊരു മാർഗം നായകനുണ്ട്. അതാണ് നായകൻ്റെ ഒരു പാസ്റ്റ് വരുന്നത്. അതുകൊണ്ട് ആ നായകൻ വരുന്നു, രക്ഷിക്കുന്ന ഒരു സീനാണ് ഇൻട്രോയിലായിട്ട് വരുന്നത്. ആ രക്ഷിക്കുന്ന ഒരു സീനും സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത്. പിന്നെ ആ ഒരു പാസ്റ്റിലേക്ക് വരുമ്പോൾ അതൊന്ന് കുത്തിക്കയറ്റാം, കുഴപ്പമില്ല എന്ന് തോന്നി. സിനിമയിലേക്ക് കടന്നു വരുമ്പോൾ നായകനും നായികയുമായിട്ട് ഒരു ഗോസ്റ്റ് ടൂർ കമ്പനി നടത്തുകയാണ്. അതായത് ഈ വിദേശ ആൾക്കാരെയും ലോക്കൽസിനെയും ഹോണ്ടഡ് പ്ലേസിലേക്ക് കൊണ്ടുപോവുക, പ്രേത ശല്യങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് ഇവരെ കൂട്ടിക്കൊണ്ടുപോകും, പ്രേതം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓരോ സ്ഥലത്തിലേക്ക് കൊണ്ടുപോയി അവരുടെ പൈസയും കാര്യങ്ങളൊക്കെ വാങ്ങിയാണ് അവരിതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കൊണ്ടുപോയി അവസാനം അവരെന്താണ് പറയുന്നത്, നിങ്ങളുടെ പേടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ ചെയ്യിപ്പിക്കുക എന്നൊക്കെയെന്ന് അവർ വാദിക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ മെയിൻ ഓണറായ ഒരാൾ നിങ്ങൾക്ക് ഇനി, അതായത് വരുന്ന ആൾക്കാർക്ക് ലോക്കൽസിന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എവിടെ വേണമെങ്കിലും പോകാമെന്ന്. അങ്ങനെ കുറച്ച് എന്താ പറയുക, ഈ ലോട്ട് എടുക്കുമല്ലോ, അങ്ങനെ ഇട്ട് കുറച്ച് പേരൊക്കെ എഴുതി, കുറേ ഹോണ്ടഡ് പ്ലേസിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് അങ്ങനെ ഒരാൾ ചൂസ് ചെയ്യും. അങ്ങനെ ഒരു പേര് കിട്ടുന്നു, സുവർണമയ. അതാണ് പടം. ആ പേര് ഒരു റേഡിയോ സ്റ്റേഷനാണ്. അതായത് 1980s കിഷ്കിന്ധാപുരി എന്ന ഒരു ഗ്രാമത്തിൽ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന്, ഒരു വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ ചേർന്ന് ഒരു റേഡിയോ സ്റ്റേഷൻ പണിയുന്നു. അതിലൊരു നല്ല വോയിസ് ഉള്ള ഒരാൾ വേണം. അങ്ങനെ ഒരു വോയിസ് ഉള്ള ആളിനെ തപ്പാൻ വേണ്ടിയിട്ട് അതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ നടന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കാനിരുന്നത്, അങ്ങനെ കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സിനിമയിൽ നടക്കുന്നത്. അപ്പോൾ അവർ ഇതിനു മുമ്പേ ഈ ഹോണ്ടഡ് പ്ലേസിൽ പോകുമ്പോൾ ഇവരായിട്ട് ഈ നമ്മളെ ചതിക്കാതെ ചെന്തൂല ക്ലൈമാക്സ് ഇല്ല, അതുപോലെയൊക്കെയാണ് ചെയ്യുന്നത്. ഇവരായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി. ഇവരന്ന് പോകുമ്പം റിയലായിട്ട് അവിടെ നടക്കുകയാണ്. ഇവർ പെട്ടെന്ന് പോകുമ്പം രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവർ വന്ന് വണ്ടി എരിഞ്ഞു പോകുന്നു, അകത്ത് കുറേ ഇൻസിഡൻസ് ഉണ്ടാകുന്നു, പേടിപ്പെടുത്തുന്നു, ഗ്ലാസ് പൊട്ടുന്നു, ബൾബ് പൊട്ടുന്നു. പിന്നെ റേഡിയോയിൽ ഒരു ശബ്ദങ്ങൾ, ഈ റേഡിയോ ആണ് അതിൽ മെയിനായിട്ട് വരുന്നത്. റേഡിയോ സ്റ്റേഷനും കാര്യങ്ങളും തമ്മിലാണ് മെയിനായിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് ഇത് മെയിനായിട്ട് വരുന്നത്? ഇതിൻ്റെ പാസ്റ്റിലേക്ക് പോകുമ്പോൾ സാൻഡിയാണ് ഇതിൽ വില്ലനായിട്ട് വരുന്നത്. സാൻഡിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് അപാര പെർഫോമൻസ്. സാൻഡിക്ക് ഇതിൽ റിക്കറ്റ്സ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. ചെറുതിലെ ജനിക്കുമ്പം ഈ രോഗത്തോടെയാണ് ജനിക്കുന്നത്. അതായത് ഇങ്ങനെ കാലും കൈയും എല്ലാം ഇങ്ങനെ മൊണ്ടിയായിട്ടും, പിന്നെ ശബ്ദം ഒരുമാതിരി പെണ്ണുങ്ങളുടെ സൗണ്ട് പോലെയായിട്ടാണ് സാൻഡിക്ക് ഇതിൽ വരിക. നിങ്ങൾക്കറിയാം, സാൻഡി അതിലൊരു ഭീകരനെ പോലെയാണ് അഭിനയിച്ചിരിക്കുന്നത്. നന്നായിട്ട് അഭിനയിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറും ആ സിനിമയിൽ സാൻഡിയുടെ ക്യാരക്ടറാണ്. ഒരു വില്ലൻ ക്യാരക്ടർ, അതിൻ്റെ ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടർ, ഒരു ഗോസ്റ്റിംഗ് ക്യാരക്ടർ. സാൻഡി എന്തുകൊണ്ടാണ് സാൻഡി ഇതിനൊക്കെ ചെയ്തതെന്ന്, സാൻഡിക്ക് ചെറുതിലെ ഇൽനെസ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ, റിക്കറ്റ്സ് എന്ന് ആ ഒരു രോഗവുമുണ്ട്, അല്ലാതെ മെൻ്റൽ ഇൽനെസ്സും ഉണ്ട്. താൻ എൻ്റെ കൂടെയാണ്, താൻ തൻ്റെ കൂടെയാണെന്ന് ചുമ്മാ ചിന്തിച്ച് കൂട്ടുക. അങ്ങനെ ഇങ്ങനെ ഒരാൾക്കാർ കഥ പറയുമ്പോഴും എന്താ പറയുക, അവൻ്റെ കൂടെ ഒരാളുണ്ട്, ഈ കൂടെ ഒരാളുണ്ടെന്ന് കഥ പറയുന്നു. പക്ഷേ ഇവൻ്റെ കൂടെ ആരുമില്ല. ഇത് പറഞ്ഞില്ലേ, മെൻ്റൽ ഇൽനെസ് ആണ്. താനെ സാൻഡി ആലോചിച്ചെടുക്കുന്നതാണ്, എൻ്റെ അമ്മ കൂടെ ഉണ്ട്, അച്ഛൻ കൂടെ ഉണ്ട്. പിന്നെ ഇവർ പോകുമ്പം ഇവരുമായിട്ട് കൂടെ ഉള്ളവരെ സാൻഡി കൊല്ലാൻ നോക്കുന്നു. എന്തുകൊണ്ട് കൊല്ലാൻ നോക്കുന്നു? ഞാനും നോക്കി, ഒരാവശ്യമില്ല, ഒരു ലോജിക്കും ഇല്ല, എന്തിനാണ് കൊല്ലാൻ നോക്കുന്നത്? അപ്പോഴാണ് അവർ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ആ ടിസ്റ്റ് വരുന്നത്. അതായത് സിനിമയിൽ ഇവർ ആ സ്വർണ്ണമയ ഹോണ്ടഡ് പ്ലേസിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു കണ്ണാടിയുണ്ട്. ആ കണ്ണാടിയാണ് സാൻഡി അമ്മയായിട്ട് കരുതിയത്. ആ അമ്മ അതിലുണ്ടെന്നാണ് സാൻഡി കരുതി. ഞാൻ പറഞ്ഞത് ഒരു മെൻ്റൽ ഇൽനെസ് സാൻഡിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഇവർ ആ കണ്ണാടി യാദൃശ്ചികമായിട്ട് അറിയാതെ ഉടച്ചു പോകുന്നു. അപ്പോൾ ആ ഉടയ്ക്കാൻ കാരണക്കാരായി ആ പോയ 11 പേരാണെന്ന് പറഞ്ഞ് അവരെ കൊല്ലാൻ പോകുന്ന കുറച്ച് കാഴ്ചകളുമായിട്ടുള്ള ഒരു
രസിപ്പിക്കുന്ന രീതിയിൽ, ഒരു പേടിപ്പിടുന്ന രീതിയിലുള്ളതാണ് ഈ സിനിമ. എല്ലാവരെയും കൊല്ലുമ്പോൾ ഈ ഇങ്ങനെ സ്വാസ്തിക് ചിഹ്നത്തിലാണ് എല്ലാവരെയും കൊന്നിടുക. അങ്ങനെ കുറച്ച് രസകരമായിട്ടുള്ള സീൻസുകളൊക്കെ ഉണ്ട്. കുറച്ച് പതറ്റിക് സിറ്റുവേഷൻസ് ഉണ്ട്. എന്നെ ആരും വകവയ്ക്കുന്നില്ല എന്ന് സാൻഡിയുടെ കണ്ണീരും കരച്ചിലും. പിന്നെ സാൻഡിയുടെ ഒരു നല്ല വോയിസിന് വേണ്ടിയിട്ട് സാൻഡിയുടെ വോയിസ് ഇവർ തിരഞ്ഞെടുക്കും. എന്നിട്ട് സാൻഡിയുടെ വോയിസിനെ അവർ ആ ഒരു റേഡിയോ സ്റ്റേഷൻ ഇനാഗ്രേറ്റ് ചെയ്യുമ്പോൾ സാൻഡിയുടെ വോയിസിനെ അവർ വിളിക്കുന്നില്ല. അവിടെ വേറൊരു ആ റേഡിയോ സ്റ്റേഷനിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പയ്യൻ്റെ ഒരു പെണ്ണ് സാൻഡിയുടെ ഒരു മ്യൂസിക്കൽ അവിടെ പഠിക്കുകയാണ്. ആ പെണ്ണിനെ ഇവർ ആ റേഡിയോ സ്റ്റേഷനിലാക്കും. ഈ വോയിസ് വേണ്ട, അവളുടെ വോയിസ് മതിയെന്ന്. അങ്ങനെ സാൻഡി ദേഷ്യത്തിൽ പോകുന്നു. എൻ്റെ അമ്മയുടെ ആഗ്രഹമാണ് ഞാനിങ്ങനെ നന്നായിട്ടിരിക്കണമെന്ന്. പക്ഷെ അമ്മ അവിടെ ഇല്ല കേട്ടോ, എല്ലാം ഹാലുസിനേഷനാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. സാൻഡിയെ അവർ കൊല്ലുന്നു, ചിത്രവാദം ചെയ്ത് ടോർച്ചർ ചെയ്ത് 12 ദിവസങ്ങളായിട്ട് അവിടെ മറ്റേ ഗ്യാസൊക്കെ ഇട്ട് മറ്റേ എല്ലാ ഓക്സിജനൊക്കെ കളഞ്ഞ് അവർ അവിടെ കെട്ടിയിട്ട് കൊല്ലുകയാണ്. അങ്ങനെ അതുമായിട്ടുള്ള പ്രതികാരങ്ങളും കാര്യങ്ങളുമായിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. കണ്ടിരിക്കാവുന്ന ഒരു നീറ്റ് ഹൊറർ ത്രില്ലർ പടം തന്നെയാണ്. എല്ലാവരുടെ പെർഫോമൻസ്, രാഘവന്റെ പെർഫോമൻസ് ഒക്കെ കൊള്ളാം, നന്നായിട്ടുണ്ടായിരുന്നു. നടനെ കാണുമ്പോൾ ഒരു ഗാംഭീര്യം തോന്നുന്നുണ്ട്. നന്നായിട്ട് നടനും ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു ഫൈറ്റ് ഉണ്ട് നടൻ്റെ. ഞാൻ അത്രയും പ്രതീക്ഷയില്ല ഇത്രയും നന്നായിട്ട് ഫൈറ്റ് ചെയ്യുമെന്ന്. നല്ലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ സാൻഡിയുടെ റോള് പടക്ക് റോളാണ്. അത് ഒരു ഗോസ്റ്റാണ്. അതായത് ശരീരത്തിൽ കയറാൻ പറ്റുന്ന ഒരു ഗോസ്റ്റ്. പിന്നെ പെട്ടെന്ന് മാഞ്ഞും കാര്യം ഒരു ഞാനിങ്ങനെ ഇത്രയൊക്കെ പറ്റുമായിരുന്നു, ഇങ്ങനെയൊക്കെ പറ്റുമോ, അങ്ങനെയൊക്കെ തോന്നിപ്പോയി എനിക്ക്. അങ്ങനത്തെ ഒരു നല്ലൊരു ഗോസ്റ്റ് പടം തന്നെയാണ് കിഷ്കിന്ധാപുരി. എനിക്കിഷ്ടപ്പെട്ടു. അനുപമ പരമേശ്വരൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അനുപമയ്ക്ക് ഇതിൽ ഗോസ്റ്റ് റോളൊക്കെ ഉണ്ട്. അതായത് സാൻഡി ദേഹത്ത് കയറി അങ്ങനത്തെ കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നന്നായിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ മ്യൂസിക് ചൈതൻ ഭരദ്വാജ് ചെയ്ത മ്യൂസിക്കും നന്നായിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഹൊറർ ത്രില്ലറാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കുറച്ചുകൂടെ ക്ലീശയും അഴുക്കം എല്ലാം ആവുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നല്ല സിനിമയാണ്. നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ ഞാൻ ചെയ്യും. നല്ല പടമാണ്. നിങ്ങൾക്ക് കണ്ടു നോക്കിയിട്ട് നിങ്ങളത് കമൻറ്റ് ചെയ്തേക്ക്. കിഷ്കിന്ധാപുരി എ നീറ്റ് ഹൊറർ ത്രില്ലർ.